ഇവിടെ എല്ലാ കള്ളത്തരങ്ങളും എല്ലാ നുണക്കഥകളും പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് സച്ചി രേവതിയും. അതിന് വേണ്ടിയിട്ടാണ് അവരൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അവരുടെ വണ്ടിയിൽ കയറിയിട്ടുള്ള 2 ദമ്പതികൾ, അതായത് മലേഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള 2 ദമ്പതികളെ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് രേവതിയും സച്ചിയും സ്നേഹപൂർവ്വം അവരുടെ വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കുകയാണ്, ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ മലേഷ്യയിൽ നിന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ ശ്രുതി എന്തായാലും ശ്രുതിയുടെ അച്ഛനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ കിട്ടും, ശ്രുതി പറയുന്നത് നുണയാണോ സത്യമാണോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൂടി ഉണ്ട് രേവതിക്കും സച്ചിക്കും. അങ്ങനെ രേവതി സച്ചിയും കൂടി പ്ലാൻ ഇട്ടു. അതിനിടയിൽ ആൻ്റണി CCTV ഷൂട്ടേജ് ചോദിച്ച് അമ്പലത്തിലേക്ക് എത്തിയിട്ട് രേവതി എത്തിയിട്ടുണ്ട്. പക്ഷെ 2 പേർക്കും അമ്പലത്തിലത്തെ മാനേജർ CCTV ഷൂട്ടേജ് കൊടുത്തിട്ടില്ല. പോലീസ് പറയാതെ കൊടുക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ആൻ്റണി വന്നേക്കുന്നത് ശ്രുതിക്ക് വേണ്ടിയിട്ടാണ്. CCTV ഷൂട്ടേജിന് അത് രേവതിക്കും സച്ചിക്കും മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞ് ദമ്പതികളെ കൊണ്ട് കറങ്ങി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി ദമ്പതികളെ കൊണ്ട് പോയി. ആ സമയത്ത് രേവതി വീട്ടിലേക്ക് അവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കാൻ വേണ്ടി പോവാണ്. വീട്ടിലെത്തുന്ന രേവതി ഗ്യാസിൻ്റെ ദൗർബല്യം മുഴുവൻ, അതായത് ഗ്യാസ് കുറേ എല്ലാവരും കൂടിയുള്ള കാരണം കുറച്ച് കൂടുതൽ അരി ഇടണം, അത് കാരണം ഗ്യാസിൽ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പുറത്തടുപ്പ് പൂട്ടി. അതായത് ഇപ്പോൾ സീരിയൽ ആണെങ്കിൽ പോലും അതിൽ പോലും ഗ്യാസിൻ്റെ ഒരു കുറവ്, അതായത് ഗ്യാസ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർ പോലും അനുഭവിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ ഗ്യാസിൽ ചോറ് വയ്ക്കാതെ അടുപ്പ് പൂട്ടിയിട്ട് അടുപ്പിൽ ചോറ് വയ്ക്കുകയാണ്. അപ്പോൾ വർഷ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി ചേച്ചി ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, കുറച്ച് കൂടുതൽ അരിയിടണം വർഷേ, ഇന്ന് 2 ഗസ്റ്റുകളുണ്ട്, സച്ചേട്ടൻ്റെ കാറിൽ പോണവരാണ്, അവരിന്ന് ഇവിടുന്നാണ് അവർക്ക് ഉച്ചയ്ക്ക് ഫുഡ്, അപ്പോൾ എന്തായാലും കുറച്ച് കൂടുതൽ അരിയിടണം, അപ്പോൾ ഗ്യാസ് എന്തായാലും കുറവാണല്ലോ, അപ്പോൾ പുറത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ് പുറത്ത് തീ പൊട്ടിയിട്ടാണ് രേവതി ചോറിനരി ഇടുന്നത്. അത് കഴിഞ്ഞ് രേവതി കഷ്ണങ്ങളൊക്കെ നുറുക്കണ സമയത്ത് വർഷ പറയാണ്, രേവതി ചേച്ചിയെ സമ്മതിക്കണം, രാവിലെ എഴുന്നേൽക്കണു, പൂ കൊണ്ടുവരണു, പൂമാല കെട്ടണു, കൊണ്ടുപോയി വിൽക്കണു, അത് കഴിഞ്ഞ് വീട്ടിലത്തെ ജോലികൾ ചെയ്യണു, ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാവരുടെയും കാര്യങ്ങൾ കറക്റ്റായി പരിഹരിക്കുന്നു. രേവതി ചേച്ചിക്ക് മടുപ്പ് തോന്നണില്ല എങ്ങനെ ചെയ്യുമ്പോൾ, രേവതി ചേച്ചിക്ക് വയ്യാതെ ആവണില്ലേ, ക്ഷീണം തോന്നണില്ല എങ്ങനെ പണികൾ ചെയ്യുമ്പോൾ ചോദിക്കുമ്പോൾ രേവതി പറയണ, ഞാനൊരു മനുഷ്യനെന്നെ, എനിക്കും വയ്യായികയൊക്കെ ഉണ്ട് പക്ഷേ എന്താ ചെയ്യുക, ഇതൊക്കെ ഇങ്ങനെ ശീലമായി എന്ന് പറയുമ്പോൾ, എന്നിട്ട് ആൻറ്റിയുടെ വായിലിരിക്കുന്നത് മുഴുവൻ രേവതി ചേച്ചിക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട്. ശരിയാ, അതിന് അമ്മ എന്നെ ഇവിടുത്തെ മരുമകളായിട്ട് കണക്കാക്കിയിട്ടില്ലല്ലോ, അമ്മ എന്നെ ഇവിടുത്തെ വേലക്കാരിയായിട്ടല്ലേ കണക്കാക്കിയേക്കണേ, പിന്നെ എന്താ അതിലൊരു വ്യത്യാസം വെച്ചാൽ വേലക്കാരികൾക്കൊക്കെ അടുക്കളപ്പുറത്ത് ഭക്ഷണം തരിക, എനിക്ക് അകത്തിരുന്ന് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അത്രയേ ഉള്ളൂ വ്യത്യാസം എന്നൊക്കെ പറയാണ്. അപ്പോൾ വർഷ പറയും, ചേച്ചിക്ക് ഇതൊക്കെ കാണുമ്പോൾ ആൻറ്റിയുടെ സ്വഭാവം കാണുമ്പോൾ ദേഷ്യം വരുന്നില്ലേ, ദേഷ്യം വരുന്നുണ്ടോയെന്നോ, എനിക്ക് വരായികയൊന്നുമില്ല വർഷേ എന്ന് പറയുന്ന സമയത്താണ് പെട്ടെന്ന് ചന്ദ്രമതി ഇവരുടെ അടുത്തേക്ക് വരുന്നത്. എന്താടി ഇവിടെ, നീ എന്തായി കാണിക്കാൻ നോക്കുമ്പോൾ, എന്താ അമ്മയെ ചോദിക്കുമ്പോൾ എന്തിനാടി ഈ കണ്ട പച്ചക്കറി മുഴുവൻ വെട്ടിക്കൂട്ടണ, അമ്മ ഇന്ന് 2 ഗസ്റ്റുകളുണ്ട്, സച്ചേട്ടൻ്റെ കൂടെ കാറിൽ പോയെന്ന് 2 പേരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. ഓ, ഇപ്പം അവൻ കാറിൽ കയറുന്നവർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഓട്ടം പിടിക്കാൻ തുടങ്ങിയോ, അവൻ്റെ ബുദ്ധി കൊള്ളാം, അല്ല നീയല്ലേ തലയണ മന്ത്രം, പിന്നെ അവന് ബുദ്ധി വരാതിരിക്കുമോ, ഓ കൂടുതൽ ആളുകളെ വാടക കിട്ടാനുള്ള ഇടപാടാണല്ലേ എന്നൊക്കെ ചോദിക്കണം. എന്താ ഇവിടെ വരുന്നവർക്കും പോണവർക്കും ഭക്ഷണം കഴിക്കുക, ഇത് സത്രമൊന്നല്ല എന്നൊക്കെ പറയണം. അല്ല അമ്മേ, അവർ മലേഷ്യയിൽ നിന്ന് വന്നതാന്ന് പറയുന്നില്ല കേട്ടോ, അല്ലമ്മേ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പോൾ സച്ചേട്ടൻ പറഞ്ഞാൽ അവരിങ്ങോട്ട് കൊണ്ടുവരാൻ ഫുഡ് കൊടുക്കാമെന്നൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ, എന്തുവാണെങ്കിലും ആയിക്കാം, പക്ഷേ ഇതൊക്കെ നടക്കണേക്കാട്ടിലും മുന്നേ എന്നോടൊരു വാക്ക് ചോദിക്കണ്ടേ, ഇത് എൻ്റെ വീടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി ഭയങ്കര ചൂടാവണം. ഇതൊന്നും ഞാൻ സമ്മതിക്കില്ല, ഇതൊന്നും ഇവിടെ അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഇവിടെ ഒരാളും വരണ്ട, അങ്ങനെ ഇപ്പോൾ ഇവിടെ വഴിയിൽ നിന്ന് പുറമേ നിന്നുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഭക്ഷണം കൊടുക്കാമെന്ന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ, ഇത് കേട്ട് വരുന്ന രവീന്ദ്രൻ പറയണ, ചന്ദ്രേ സച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൊണ്ടുവരുമെന്ന്, ഞാനാണ് അവനോട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ, ഓ അപ്പം നിങ്ങളെല്ലാവരും കൂടി അറിഞ്ഞിട്ടാണല്ലേ, ഇനിയിപ്പോൾ എൻ്റെ സമ്മതം എന്തിനാ, എന്താ ചായക്കോ, ഞാനൊന്നും പറയില്ല എന്നൊക്കെ പറയാണ് ചന്ദ്രമതി. എന്നിട്ട് രേവതി, അയ്യോ എൻ്റെ അരി അടുപ്പത്തുണ്ട് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് അരി നോക്കണ സമയത്ത് എന്താ പറയുക, വർഷയോട് ചന്ദ്രമതി എന്താ പറയുമ്പോൾ വർഷ പറയാണ്, ഞാനൊരു കാര്യം പറയാം, ഞാൻ രേവതി ചേച്ചി അല്ല കേട്ടോ, വെറുതെ എൻ്റെ സമനില തെറ്റിക്കാൻ നിൽക്കരുത് ആൻറ്റി, എൻ്റെ സമനില തെറ്റി എന്താ ഉണ്ടാവുമെന്ന് എനിക്ക് പോലും അറിയില്ല പറയുമ്പോൾ, നീ വല്ലാണ്ട് തിളയ്ക്കണ്ട, നിനക്കല്ലെങ്കിലും കുറച്ച് കൂടുതലുണ്ട്, ആ കൂടുതലുണ്ടെങ്കിൽ ആൻറ്റിക്ക് എന്താ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ ആൻറ്റിയുടെ സ്വഭാവത്തിന് നിന്ന് ആൻറ്റിക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ചന്ദ്രമതിയോട് വളരെയധികം ചൂടായി. ആ സമയത്ത് ഇവർ ജോലി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതി വന്നിട്ട് ചോദിക്കണം, ആയി നല്ല മണം വരുന്നുണ്ടല്ലോ, എന്താണെന്ന് ഇവിടെ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ പറയും, കുറച്ച് കറികൾ ഉണ്ടാക്കണം, 2 ഗസ്റ്റുകളുണ്ട് എന്നൊക്കെ പറയണം. ഓ, ഇപ്പോൾ ഗസ്റ്റുകളെയൊക്കെ വീട്ടിൽ കൊടുന്ന്, ഇപ്പോൾ കാറിൽ കയറുന്നവരെയൊക്കെ വീട്ടിൽ കൊടുന്ന് ഫുഡ് കൊടുത്തിട്ടാണോ സച്ചി ഓർഡർ പിടിക്കണമെന്ന് വെച്ചിട്ട് ശ്രുതിയും സച്ചീനെ കളിയാക്കാണ്.
പക്ഷേ ഇത് കേൾക്കുമ്പോൾ രേവതി ഒന്നും പറയുന്നില്ല. പക്ഷേ രേവതിയുടെ കറികളുടെ വീഡിയോ മുഴുവൻ വർഷം എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വർഷോട് ചോദിക്കും, നീ എന്താ വീഡിയോ പിടിക്കുക? ആ രേവതി ചേച്ചി ഫുഡ് ഉണ്ടാക്കണ കാണാൻ എന്ത് ഭംഗിയാണ്, ഞാനിതൊക്കെ ഒന്ന് വീഡിയോ ആക്കട്ടെ പറഞ്ഞിട്ട് വർഷം അതെല്ലാം വീഡിയോയിലേക്ക് പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രവീന്ദ്രൻ അവിടെ ഇരുന്ന് പേപ്പർ വായിക്കുന്ന സമയത്താണ് പെട്ടെന്ന് സച്ചിയുടെ കാറ് വരുന്നത്. അങ്ങനെ സച്ചി കാറിൽ വന്ന് മുറ്റത്ത് ഇറങ്ങി ഡോറ് തുറന്ന് സച്ചിയുടെ കാറിൽ വന്ന യാത്രക്കാരായ മലേഷ്യൻ ദമ്പതികളെ അകത്തേക്ക് ക്ഷണിക്കുമ്പോൾ രവീന്ദ്രൻ പെട്ടെന്ന് കാറ് വന്ന് സച്ചി വരുന്നത് കണ്ടു. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, വാ കയറി വാ പറഞ്ഞിട്ട് അവരേനെ രവീന്ദ്രൻ അകത്തേക്ക് വിളിക്കുമ്പോൾ അച്ഛാ ഇതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ മനസ്സിലായി ഇരിക്കൂ പറയും. അങ്ങനെ എല്ലാവരും ഇന്ന് ചന്ദ്രമതിയുടെ മുഖം ഒരു കൊട്ടയ്ക്കുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയണം, ഇന്ന് നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലേ, സച്ചി വിളിച്ച് പറഞ്ഞിരുന്നു, 2 പേർക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ എന്ന് പറയുമ്പോൾ അവർ താങ്ക് യു പറയണം. എന്നിട്ട് പറയണം, സച്ചിയെപ്പോലെ ഒരു മോനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ്. സച്ചി ശരിക്കും ഒരു ഡ്രൈവറായിട്ടല്ല ഞങ്ങളുടെ കൂടെ വണ്ടിയിൽ കയറിയത്, ഒരു പരിചയമില്ലാത്ത ഞങ്ങളെ ഇവിടെ വരെ വിളിച്ച് ഫുഡ് തരാനും നിങ്ങളുടെ വീട്ടിലത്തെ ഒരു അംഗത്തിനെ പോലെ കണക്കാക്കാനൊക്കെ സച്ചി വളരെയധികം ശ്രമിക്കുന്നുണ്ട്. സച്ചി ശരിക്കും ഞങ്ങളൊരു മകനെ പോലെയാണ് ഞങ്ങളെ നോക്കിയത്. ഇപ്പം നിങ്ങളൊക്കെ മക്കളുടെ കാര്യത്തിൽ ഭാഗ്യവാന്മാരാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ കാര്യത്തിൽ പരമദരിദ്രരാടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മക്കളൊന്ന് അടുത്തിരുന്നിട്ട് ഞങ്ങളുടെ മക്കളെ ഒന്ന് താലോലിച്ചിട്ട് ഞങ്ങൾ എത്ര വർഷമായി എന്നറിയോ. പക്ഷെ ഇന്ന് സച്ചിയുടെ വണ്ടിയിൽ കയറിയപ്പോൾ സച്ചി ശരിക്കും ഒരു പരിചയമില്ലാത്ത ആളെ പോലെയല്ല, ശരിക്കും സച്ചിയുടെ അച്ഛനെ അമ്മ എങ്ങനെ കെയർ ചെയ്യുന്നു അതുപോലെയാണ് ഞങ്ങളെ ഓരോ സ്ഥലവും കൊണ്ടു നടന്ന് കാണിച്ചു തന്നത്. രേവതി നീ ഭാഗ്യം ചെയ്തവളാ ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയതിലെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ അങ്ങനെ പുകഴ്ത്താണ്. അത് കഴിഞ്ഞിട്ട് രേവതിക്ക് ഒരു കവർ കൊടുക്കുന്നുണ്ട്, ഇതിൽ കുറച്ച് ഫ്രൂട്ട്സ്, അത് ഞാൻ വാങ്ങിയതാന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും, എന്തിനാ അതൊക്കെ മേടിച്ച് വയ്ക്കുമ്പോൾ സച്ചി പറയും, അച്ഛാ ഞാൻ പറഞ്ഞത് അച്ഛാ വേണ്ടാന്ന് സമ്മതിക്കേണ്ടി പറയുമ്പോൾ, അല്ല നമ്മളൊരു വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ആയിട്ട് വരികയല്ലേ, എങ്ങനെ വെറും കൈയോടുകൂടി വരിക എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് പുച്ഛത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. ചന്ദ്രമതി വർഷേനെയും ശ്രീകാന്തിനെയൊക്കെ സച്ചി അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പറയും, ഇവർ മലേഷ്യയിൽ നിന്നാണ് വരുന്നത് പറയുമ്പോൾ ചന്ദ്രമതിയുടെ മുഖം പെട്ടെന്ന് അങ്ങോട്ട് വെടരാണേ. മലേഷ്യന്നോ? നിങ്ങളുടെ വീട് മലേഷ്യയിലാണോ? അയ്യോ എൻ്റെ മരുമോള് മലേഷ്യക്കാരിയാ, അവളുടെ അച്ഛനവിടെ മലേഷ്യയിൽ വലിയ ബിസിനസ്മാനാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചന്ദ്രമതി അങ്ങോട്ട് ഭാഗത്ത് തുറക്കാണ്. നിങ്ങളെ മലേഷ്യയിൽ നിന്നാണ് വരുന്നതെന്ന് നേരത്തെ എന്നോട് പറയണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, എങ്ങനെ പറയാൻ ആ അവസരം കൊടുക്കുമോ, മുഖം വീർപ്പിച്ചിരിക്കല്ലേ ഉണ്ടായിരുന്നു നീ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒന്ന് രവിയേട്ടാ എന്നൊക്കെ പറയണം. അങ്ങനെ ചന്ദ്രമതി പിന്നെ തോരാതെ സംസാരിക്കുകയാണ്, മലേഷ്യയിലാണ് അവളുടെ അച്ഛന് വലിയ ബിസിനസ്സാണ്, വലിയ കോടീശ്വരനാണെന്നൊക്കെ പറയാണ്. പെട്ടെന്ന് മോളിൽ നിൽക്കുന്നുണ്ടായിരുന്ന ശ്രുതി മലേഷ്യനാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ എത്തി നോക്കുകയാണ് കേട്ടോ. ദൈവമേ മലേഷ്യന്നോ? അപ്പം ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈശ്വര പെട്ടല്ലോ, ഇനി ഇവരെന്തെങ്കിലും ചോദിച്ചാൽ എൻ്റെ കള്ളത്തരം മുഴുവൻ പുറത്താവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കാൻ തുടങ്ങി ശ്രുതിക്ക്. ചന്ദ്രമതി ചോദിക്കും, മലേഷ്യയിൽ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ കോലാലംപൂരാണെന്നൊക്കെ പറയുമ്പം ചന്ദ്രമതി പറയും, എൻ്റെ മരുമോൾ മലേഷ്യയിൽ എവിടെയാണ് ചോദിക്കുമ്പോൾ പറയാൻ കിട്ടണില്ല. അപ്പോൾ ചന്ദ്രമതി ഏതോ ഒരു ഇത് പറയുമ്പോൾ പെട്ടെന്ന് വർഷ പേര് പറഞ്ഞു കൊടുക്കുക. വർഷ പേര് അവിടെ തന്നെ എന്ന് പറയാണ്. അത് ഞാൻ കോലാലംപൂരിലാണല്ലോ സ്ഥലം, പാട്രിക് ടൗൺ കോലാലംപൂരിലാണല്ലോ എന്ന് പറയാണ് മലേഷ്യയിൽ നിന്ന് വന്ന ദമ്പതികളത്തെ വൈഫ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആണോ എന്ന് ഞാൻ ശ്രുതിനെ വിളിക്കാം, അപ്പോൾ അവൾക്ക് അറിയായിരിക്കും, ചിലപ്പോൾ അവളുടെ അച്ഛനെ നിങ്ങൾക്കും അറിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി മോളെ ഒന്നിങ്ങോട്ട് വന്നേ, ധാര വന്നേക്കണേ നോക്കിയാണ് പറഞ്ഞിട്ട് ചന്ദ്രമതി കടന്ന് ഒച്ചയിടാണ്. പക്ഷെ ശ്രുതി ഇതൊക്കെ കേട്ടിട്ടാണ് മുകളിൽ പളിങ്ങിയിരിക്കുന്നത്. ശ്രുതി എന്ത് ചെയ്യും, ആകെ പെട്ടുല്ലോ, ഇനിയിപ്പോൾ അവരുടെ മുമ്പിൽ ചെന്ന് പെട്ടു കൊടുക്കേണ്ടി വരുമല്ലോ, നുണക്കഥകളെല്ലാം പുറത്താവുമല്ലോ എന്നുള്ള ടെൻഷനിലാണ് ശ്രുതി ഇരിക്കുന്നത്. മോളെ ഒന്നിങ്ങ് വന്നേ എന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതി വിചാരിക്കണം, പെട്ടു. അപ്പോൾ മലേഷ്യയിൽ കോലാലംപൂരിൻ്റെ അടുത്താണെങ്കിൽ അപ്പം ഞങ്ങളൊക്കെ അറിയില്ലോ എന്ന് പറയുമ്പോൾ ഈ സമയത്താണ് പെട്ടെന്ന് സച്ചി രേവതിയും കൂടിയിട്ട് അവരുടെ ഐഡിയ വർക്കൗട്ട് ആവണ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. അവർ പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയുടെ കള്ളത്തര പൊളിയില്ല എന്നൊക്കെ നമുക്ക് അപ്പം അറിയാൻ പറ്റും. ഈ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ പൊളിക്കാനുള്ള ഒരുക്കത്തിലാണ് സച്ചി രേവതിയും. അവർ മലേഷ്യ വരെ പോകാനുള്ള തീരുമാനത്തിലാണ് ഇരിക്കുന്നത്. ശ്രുതിയുടെ അച്ഛനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണോ നോണയാണോ എന്ന് അറിയാൻ വേണ്ടി മലേഷ്യ വരെ പോകാനുള്ള തീരുമാനത്തിലാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ ഈ ദമ്പതികൾ വന്നിട്ട് അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ശ്രുതിയുടെ മനസ്സിലത്തെ കള്ളത്തരങ്ങളൊക്കെ പുറത്ത് വരില്ലെന്നറിയില്ല. ശ്രുതി ചന്ദ്രമതി താഴത്തേക്ക് വിളിക്കുന്നതോറും അവരുടെ അടുത്തേക്ക് വിളിക്കുന്നതോറും ശ്രുതി ആകെ പളുങ്ങി പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യുക, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്താ ചെയ്യുക, എനിക്കൊരു വഴിയില്ലല്ലോ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ആൻ്റണി പോയിട്ട് CCTV ഷൂട്ടേജ് കിട്ടാത്ത കാര്യം ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അത് മേടിക്കാൻ നോക്കുമ്പോൾ ആൻ്റണി പറയുന്നത് എന്ത് ചെയ്തു ഞാൻ അത് സംഘടിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ടെൻഷൻ കൂടി ശ്രുതിക്കുന്നുണ്ട്. ഇപ്പം മലേഷ്യ ദമ്പതികൾ വന്ന ടെൻഷനും അമ്പലത്തിൻ്റെ CCTV ഷൂട്ടേജ്
കിട്ടാത്ത ടെൻഷനും അങ്ങനെ എല്ലാം കൂടിയിട്ട് പെട്ടിട്ടാണ് കേട്ടോ അപ്പോൾ ശ്രുതി ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറയാം അടുത്ത എപ്പിസോഡ് എന്തായാലും ത്രില്ലിംഗ് ആയിരിക്കും. ശ്രുതിയുടെ കള്ളത്തരം പൊളിയില്ലേ, സച്ചി രേവതി മലേഷ്യക്ക് പോകുന്നുണ്ടോ, ആരൊക്കെ കൂടിയാണ് പോകുന്നത്, എല്ലാത്തിൻ്റെയും വിവരങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഉള്ളതായിരിക്കും അടുത്ത എപ്പിസോഡെന്ന് വിചാരിക്കാം നമുക്ക്. അപ്പോൾ ഇന്ന് വരെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്